Good evening, ma'am. Good evening. 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 Only 11 joined. 12. Can we start? If anyone is there to give prayer, please. No one. So we will do one silent prayer.
So Montessori facilitator, roles and responsibilities. So before going to this, let me share something else. I just read something about qualities of a school teacher. There, that teacher, there is some expansion for this TEACHER. T means trustworthy, E earnest, A ability, C character, H honest, E enthusiasm, R reasoning. Like that, you have to find out some connected words for each letter in the facilitator. മനസ്സിലായോ? ഇപ്പൊ ടീച്ചറിന്റെ ഞാൻ വായിച്ച അത് പറഞ്ഞു. ടീച്ചറിന്റെ നമുക്ക് അതുപോലെ തന്നെ വേറെയും ഓരോ ലെറ്റർ വെച്ചിട്ട് ഓരോ വേർഡ് ഉണ്ടാക്കാം. അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വേർഡ്സ്. ഓക്കെ, അതുപോലെ ഫെസിലിറ്റേറ്ററിന് ഇതുപോലെ കണക്ട് ചെയ്യുന്ന വേർഡ്സ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ആണോ? A, C, I, L, like that. You can use many words which is very much related with facilitate. Okay. Let me give some time. I will give all these things in your classroom channel as assignments. Okay. So in that, I just read some points like the basic aim of preschool. What is the basic aim of preschool? We already discussed many things like development of so and so, like that. What was that? എന്തായിരുന്നു പ്രീസ്കൂളിനെ കുറിച്ച് പറഞ്ഞപ്പം എന്തെല്ലാം ഡെവലപ്മെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. പ്രീസ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആദ്യം ചെല്ലുന്നത് അല്ലെ, ഒരു വീട് കഴിഞ്ഞ് ഒരു 3 years ഒക്കെ ആവുമ്പോഴേക്കും കുട്ടികൾ ജോയിൻ ആവുന്നതാണ് പ്രീസ്കൂള്. പ്രീ KG എന്നൊക്കെ നമ്മൾ പറയും. അംഗൻവാടികളിൽ പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും ആ ഒരു സെഷൻ, ആ ഒരു സെക്ടറിന്റെ ബേസിക് എയിം എന്തായിരിക്കും? വാട്ട് വാസ് ദ ബേസിക് എയിം ഓഫ് ദ institution or center or Anganwadi or pre-KG school or preschool or daycare, whatever it be, what should be their basic aim? What basic aim എന്തായിരിക്കണം? Just money making മാത്രമല്ല, അവർ ചെയ്യേണ്ടത് എന്താണ്? ഒരു ജോലി എടുക്കുന്നതിന് അവർക്ക് പേയ്മെന്റ് കൊടുക്കണം, അത് ശരി തന്നെ. ബട്ട് ദേ ഷുഡ് ഡു സംതിങ് ബെറ്റർ. അതെന്തായിരിക്കണം അവർ ചെയ്യേണ്ടത്? കുട്ടികളുടെ ബേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വീട്ടില് ചിലപ്പോൾ ശരിയായ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അത് കോപ്പപ്പ് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഫുൾ റെസ്പോൺസിബിലിറ്റിയും കമ്മിറ്റ്മെന്റും അവർക്കുണ്ട്. ഈ പ്രീ സ്കൂൾ അല്ലെങ്കിൽ അംഗൻവാടി, ചിലത് ഡേ കെയർ പ്ലസ് പ്രീ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ അവരുടെ ഒരു ബേസിക് എയിം എന്താ? ഇവിടെ ഏതെല്ലാം ഏരിയാസിൽ, ഏതെല്ലാം ഡൊമൈൻസിലെ ഡെവലപ്മെന്റ്, ഇൻ വിച്ച് ഡൊമൈൻസ് ദേ ഹൗ ടു ഒബ്സർവ് കീൻ ലൈക്ക് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ കിഡ്. ഏതെല്ലാം ഏരിയയിലായിരിക്കണം അവർ ഡെവലപ്മെന്റ് ശ്രദ്ധിക്കേണ്ടത്? ഓവറോൾ ഡെവലപ്മെന്റ് ഓരോ ഏരിയയിൽ നോക്കുമ്പോൾ ഫിസിക്കൽ ഫൈന്, ഗ്രോസ് മോട്ടർ, ലാംഗ്വേജ് നോക്കണം. സോഷ്യലി ആയിട്ട് അവരെങ്ങനെയാണ് മിങ്കിൾ ആവുന്നത്, ഇൻവോൾവ് ആവുന്നത്, ഇമോഷണലി അവരെങ്ങനെയാണ് കേപ്പബിൾ ആണോ, അവരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നുണ്ടോ. അപ്പോൾ ആ ലാംഗ്വേജ്, ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. എസ് ജ്യോതി, വെൽ സെഡ്. കറക്റ്റ് ആണ്. ഫിസിക്കൽ കറക്റ്റ് എന്ന വാക്ക് ഞാൻ യൂസ് ചെയ്തായിരുന്നു. നമ്മളുടെ ഒരു ഡിസ്കഷൻ അത്രേ ഉള്ളൂ. വെൽ സെഡ്. ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഓരോന്നിന്റെയും ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ നമുക്ക് ഓരോ ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആക്ച്വലി അതെല്ലാം എയിം ചെയ്യുന്നത് ഇതാണ്. നമ്മൾ വൺസ് ഒരു പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ടാവും. മേ ബി നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്ന കുട്ടികൾക്ക് ആ ഡെവലപ്മെന്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടാകാം. ഒരു പക്ഷേ അതിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ സംഭവിച്ചത് നമ്മൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യും. അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അപ്പം ആ രീതിയിൽ വേണം പോകാൻ. ശരിക്കും നമ്മളിപ്പോ ഡേ കെയറും കൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ദ ഏജ് വിൽ ബി മേ ബി 2 years to 6 years ആയിരിക്കാം ഈ പ്രീ സ്കൂൾ അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ.
അപ്പൊ ഈ ഒരു സ്റ്റേജില് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിന് ഒരു എക്സ്പീരിയൻസ്, അതുകൊണ്ടാണ് മോണ്ടിസോറി ടീച്ചേഴ്സ് ഒരു മാരീഡ് അല്ലെങ്കിൽ ഒരു അമ്മയായവർക്ക് കുറച്ചുകൂടെ അറിയാവുന്ന മോണ്ടിസോറി സ്കൂളുകാർ പ്രിഫറൻസ് കൊടുക്കും. അവർക്കറിയാം ഒരു കുട്ടിയെ എന്താ പറയാ വളർത്തിക്കൊണ്ട് വന്നത് കൊണ്ട് ആ മദർ ഷീ നോസ് മോർ ദാൻ ദാറ്റ്, അങ്ങനെ ഒരു ഇത് എന്തായാലും കൺസിഡറേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഏജ് എത്രയായാലും ലൈക്ക് നമുക്കൊരു ജോലി സാധ്യത കൂടുതൽ. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും മത്തറാണ് ഒരു അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഫാമിലി ഹിസ്റ്ററി, നമ്മളുടെ ഫാമിലിയിൽ കുട്ടികളുണ്ടായിരുന്നു, ലൈക്ക് അവരെ നോക്കിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ശരിയായൊരു മോണ്ടിസോറി സ്കൂൾ നടത്തുന്ന മാനേജ്മെന്റ് ഈവൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവര് അബ്സോർബ് ചെയ്യും, നിങ്ങൾ അവിടെ തന്നെ പ്ലേസ് ചെയ്യും. അതാണ് മോണ്ടിസോറി. ഇപ്പം മാരേജ് കഴിഞ്ഞു, അമ്മയായി, അതിനുശേഷം ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ വരും. ഓക്കെ, ഇത് നമ്മുടെ ലൈഫിൽ തന്നെ കുട്ടികളോടുള്ള അപ്രോച്ച്, നമ്മുടെ സ്വന്തം കുട്ടികൾ, നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടികളോടുള്ള അപ്രോച്ച് തന്നെ നമുക്ക് മാറും. സോ the duty of the preschool teacher to create a good learning environment. നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്നത് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ കുറിച്ച് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ഗുഡ് ലേണിംഗ് ടീച്ചറിന് യൂസ് ചെയ്തത് നമ്മൾ മോണ്ടിസോറി സ്കൂൾ തന്നെയല്ല, അല്ലാതുള്ള സ്കൂളുകളിലും, അംഗൻവാടി ഉൾപ്പെടെ, ഡേ കെയർ ഉൾപ്പെടെ അല്ലാതുള്ള സ്കൂളുകളിലും ആ ഒരു ടീച്ചർ ഒരു ഗുഡ് ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം ഫോർ ഓൾ ചിൽഡ്രൻ ആൻഡ് മോൾഡിങ് ദം ടു ഗുഡ് സോഷ്യൽ സിറ്റിസൺസ്. അവരൊരു സോഷ്യൽ സിറ്റിസൺ ആവുന്നത് മേ ബി ഇറ്റ് വിൽ ടേക്ക് മോർ ഇയേഴ്സ്, പക്ഷെ അതിന്റെ ബേസ് എന്ന് പറയണത് ഈ ഒരു ഏജാണ്. ഈ ഒരു ഏജിൽ അവരുടെ മോറൽ സൈഡ്, അവരുടെ സോഷ്യൽ വാല്യൂസ്, കൾച്ചർ, ലാംഗ്വേജ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ, അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലെങ്കിൽ, മെന്റൽ സ്റ്റെബിലിറ്റി ഒക്കെ കറക്റ്റ് അല്ലെങ്കിൽ, ആ ഒരു സോഷ്യൽ സിറ്റിസൺ ആയി മാറുമ്പോൾ കുറേ ഫ്ലോസ് ഉണ്ടായി മാറും. സോ അതുകൊണ്ട് നമ്മുടെ കൈകളിലാണ് അവരുടെ ഫ്യൂച്ചർ ശരിക്കും. സോ അതിന് ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന പ്രീ സ്കൂൾ ടീച്ചർ, ട്രെയിനർ, ഡയറക്ടർ, ഫെസിലിറ്റേറ്റർ ആരാണെങ്കിലും they should have some qualities. നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ പറഞ്ഞപ്പോൾ നമ്മൾ ചില ക്വാളിറ്റീസ് നമ്മൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരുന്നു. ഏതൊക്കെയായിരുന്നു? Which all was that? He should be a good listener. He should have good patience with the students. Is anyone else? അഫ്ര, ചിച്ചു, എന്തായിരുന്നു പേര്? എന്തോ പറയാൻ പറ്റും. നല്ലൊരു ഒബ്സർവർ ആയിരിക്കണം. Very good. That was the main point, like observer, listener, that was also. So she should have good mental control. Like ആ ഒരു ഫെസിലിറ്റേറ്റർക്ക്, അല്ലെങ്കിൽ ഞാൻ ടീച്ചർന്ന് പറയാൻ പോവാ, വേറെ ഒന്നും അല്ല. അംഗൻവാടികളുണ്ട്, പ്രീ സ്കൂൾ ഉണ്ട്, ഡേ കെയർ ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ ടീച്ചർ എന്നാണല്ലോ പറയുന്നത്. മോണ്ടിസോറിയിൽ വരുമ്പോഴല്ലേ നമ്മൾ ഫെസിലിറ്റേറ്ററും ഡയറക്ടേഴ്സും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും മോണ്ടിസോറിയിലേക്കല്ല പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും മോണ്ടിസോറി സ്കൂളില്ല. ബട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ മെത്തേഡ്സ് അവിടെ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കണം. ഒരു ചെറിയ വേർഷൻ അംഗൻവാടികളിലുണ്ട്, പക്ഷെ ദർ ഈസ് കൺട്രോൾ, അവിടെ കൺട്രോളിംഗ് ഉണ്ട്, അവിടെ ചില സമയത്ത് പഠിപ്പിക്കലുണ്ട്, അവിടെ ചില സമയത്ത് സ്ട്രിക്ട് ഓർഡേഴ്സ് ആണ് ഉറങ്ങുന്നതിനൊരു ടൈം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് അങ്ങനെ പറയാനും പറ്റില്ല, എന്നാലും സംവാട്ട് അവിടെ കുറച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു മെന്റൽ കൺട്രോൾ അത്യാവശ്യം. ആ ഒരു കപ്പാസിറ്റി ടീച്ചർക്ക്, ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അവരുടെ തന്നെ ഇമോഷൻസ്, അവരുടെ തന്നെ ഫീലിങ്സിനെ ആ ഒരു എൻവയോൺമെന്റിൽ കൺട്രോൾ ചെയ്യാൻ. നമ്മൾ പറയും നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒന്നും നമ്മൾ സപ്രസ് ചെയ്യരുത്, അത് ബേസ്റ്റ് ഔട്ട് ചെയ്യണമെന്ന് പറയും. പക്ഷെ ഈ ഒരു എൻവയോൺമെന്റിൽ ആ ഒരു ടീച്ചറുടെ മുമ്പിൽ 10 സ്റ്റുഡൻസ് ആയിരിക്കാം, 20 സ്റ്റുഡൻസ് ആയിരിക്കാം, അവിടെ ടീച്ചർക്ക് മെന്റൽ കൺട്രോൾ വേണം. പിന്നെ അതുപോലെ ഇൻട്രസ്റ്റ്, അതൊരു കീ ഫാക്ടർ. എന്തിനുള്ള ഇൻട്രസ്റ്റ്? What sort of interest? With the kids, loving the kids. ഈ ഒരു പ്രൊഫഷനോട് ഇൻട്രസ്റ്റ് വേണം അല്ലെ? അല്ലാതെ ഐ നീഡ് ഇൻകം നമുക്ക് വേണം, അതൊരു സൈഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് പ്രൊഫഷൻ. ഇൻട്രസ്റ്റ് ഇല്ലാതെ വന്ന് പഠിപ്പിച്ചാൽ അത് നേരെ പോകും.
പഠിപ്പിക്കുക മീൻസ് അത് ഹാൻഡിൽ ചെയ്താൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്താൽ ശരിയാവും. സോ പീപ്പിൾ ഹാവിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ് പ്രൊഫഷൻ ഷുഡ് ഓൺലി ജോയിൻ ഇൻ ദിസ് ഫീൽഡ്. തന്നെയാണ് എനിക്കും എല്ലാവരോടും പറയുന്നത്. ആ ഒരു ഇൻട്രസ്റ്റും ഉള്ള ആൾക്കാർ, ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ വേണം ഇതില് ജോയിൻ ആവാൻ. നമ്മുടെ ചിലപ്പോ ഒരു ലൈവ്ലിഹുഡ് ആയിരിക്കും, നമ്മളുടെ ഒരു വരുമാന മാർഗമായിരിക്കും, ആയിക്കോട്ടെ അതൊരു സൈഡില്. അതാണെങ്കിലും നമ്മൾ ഇതൊരു ഫുൾ കമ്മിറ്റ്മെന്റ് ആൻഡ് ഡെഡിക്കേഷനോട് കൂടി നമ്മൾ ഈ ജോബ് ചെയ്യണം. അതാണ് എന്റെ ഒരു വ്യത്യാസം. ഓക്കെ, ചില സ്കൂളുകളിലൊക്കെ ക്യാഷ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും ജോബിന് ചേരുന്നത്. സോ അവിടെ എന്താ, ഞാൻ ഇത്രയും പേ ചെയ്തല്ലോ, മാക്സിമം ഞാൻ ആ പേ ചെയ്തത് സാലറിയിലൂടെ എനിക്ക് കിട്ടണം, ഇതുവരെ എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിൽക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അപ്പൊ അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ്. പക്ഷെ എല്ലാരും അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ചിലര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാൻ കാരണം. അത് അപ്പൊ ഒരു നമ്മളുടെ ഒരു ഇൻകം ആണ്, അത് ശരി തന്നെയാണ്, ലൈവ്ലിഹുഡ് ആണ്. ബട്ട് അതിനർത്ഥം നമ്മൾ അത് ഇൻട്രസ്റ്റ് ഇല്ലാതെ, നമുക്ക് താല്പര്യം ഇല്ലാതെ, കുട്ടികളെ ശ്രദ്ധിക്കാതെ അത് ചെയ്യരുത് എന്നുള്ളതാണ്. നെക്സ്റ്റ് പേഷ്യൻസ്. നമ്മൾ പറഞ്ഞു മെന്റൽ കൺട്രോൾ വേണം, ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്, ഇൻട്രസ്റ്റ് ഇൻ ദിസ് പ്രൊഫഷൻ, അങ്ങനെയുള്ളവരെ വരാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത്. പേഷ്യൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ആയിട്ട് ടീച്ചറിന്റെ പറയുന്നത് പേഷ്യൻസ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ കുട്ടികളും യുണീക്ക് ആണ്, ദേ ഹാവ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയതാ. അവരുടെ ഒരു ഇമോഷണൽ ബാലൻസ്, അവരുടെ മെന്റൽ കപ്പാസിറ്റി, അവരുടെ ഫീലിങ്സ് ഒക്കെ ഡിഫറെന്റ് തന്നെയാണ്. അപ്പോൾ പേഷ്യൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. ടീച്ചർക്ക് ആ ഒരു പേഷ്യൻസ് ഉണ്ടായിരിക്കണം ടു ലുക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ. കുട്ടികളെ നോക്കാൻ, ചെറിയ കുട്ടികളുണ്ടാവും, കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും. അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവർ പറയുന്ന എല്ലാ ഡിമാൻഡ്സും അംഗീകരിക്കണം എന്നല്ല. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്നസെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടായിരിക്കും അവർക്ക്. പിന്നെ ഡൗട്ട്സ്, ഇൻക്വിസിറ്റ്, അതായത് വൈ ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ടാവും. ചില ടീച്ചേഴ്സ് പറഞ്ഞിങ്ങനെ കേൾക്കാറുണ്ട്, കുട്ടികൾ വൈ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യുന്നത് മിണ്ടാതിരിക്കാം, ലൈക്ക് അവർ ഷൗട്ട് ചെയ്യാറുണ്ട് അല്ലേ. പക്ഷെ അവിടെ അതല്ല വേണ്ടത്. വി ഷുഡ് ആൻസർ ഓൾ ദെയർ ഡിമാൻഡ്സ്, ഓൾ ദെയർ നീഡ്സ്. അതെല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യാന്ന് പറയുന്നത് ഇതാണ്. അവരുടെ ഡൗട്ട്സ് ഉണ്ടാവും, അവർ വളരെ ഇന്നസെന്റ് ആയിരിക്കും, ആൻസൈറ്റി ഉണ്ട്, ചിലർ ഭയങ്കര നോട്ടി ആയിരിക്കും, ചിലർക്ക് വയലന്റ് ആ ഒരു നേച്ചർ ഉണ്ടായിരിക്കും, മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുമായിരിക്കും, ചില കുട്ടികൾ മറ്റുള്ളവരുടെ ബിലോങ്ങിങ്സ് എടുക്കുമായിരിക്കും. അതെല്ലാം വളരെ പേഷ്യൻസോട് കൂടി വേണം ടീച്ചർ ഹാൻഡിൽ ചെയ്യാൻ. ഒരു മെന്റൽ കൺട്രോൾ ഉണ്ടാവണം, പേഷ്യൻസ്. ദെൻ above love and affection. അവർക്ക് സ്റ്റുഡൻസിന് ഫീൽ ചെയ്യണം ആ കെയർ. എന്തോ ഒരു വന്ന് നിന്ന് ഒരു ഫീലിങ്സും ഇല്ലാതെ പോകുന്ന ഒരു ടീച്ചറെ അല്ല അവർക്ക് ആവശ്യം. അവർക്ക് ആ ഒരു കെയർ വേണം. സ്റ്റുഡൻസ് നീഡ് ടു ഫീൽ ദ കെയർ. അപ്പം സ്റ്റുഡൻസ്, കുട്ടികൾ വീട്ടിൽ നിന്ന് വരുന്നു, വീട്ടിൽ നിന്ന് അവർക്ക് ചിലപ്പോ നല്ല രീതിയിലുള്ള കെയറും ലവും അഫക്ഷനും കിട്ടുന്നുണ്ടായിരിക്കാം ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന്, അവരുടെ കെയർ ഗീവേഴ്സിന്റെ അടുത്ത് നിന്ന്, അവരുടെ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഒക്കെ കിട്ടുന്നുണ്ടാകാം. അറ്റ് ദ സെയിം ടൈം സ്കൂളിലേക്ക് വരുമ്പോഴും അവർക്ക് അതുപോലെ തന്നെ കിട്ടണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. അതാവുമ്പോ കുട്ടികൾക്ക് എന്ത് ഫീൽ ചെയ്യും? നമ്മൾ ഓരോന്നിന്റെയും ഔട്ട്കം ആയിട്ട് പഠിച്ചില്ലേ ഈ പലരുടെയും ചൈൽഡ് ഡെവലപ്മെന്റിന്റെ സൈക്കോളജിക്കൽ തിയറീസും ഒബ്സർവേഷനും പറഞ്ഞപ്പോ ലവ്, അഫെക്ഷൻ, കെയർ ഗിവേഴ്സ് നല്ല രീതിയിൽ കെയർ ചെയ്യുവാണെങ്കിൽ കുട്ടികളിൽ എന്താ ഡെവലപ്പ് ചെയ്യാം? ഒരു ട്രസ്റ്റ് ഉണ്ടാവും അല്ലെ? ഔട്ട്കം എന്ന് പറയുന്നത് ട്രസ്റ്റ്, ഒരു സെക്യൂർ ഫീലിംഗ്. അതേസമയം ശരിയായ രീതിയിലുള്ള കെയർ ആൻഡ് അഫെക്ഷൻ അവർക്ക് കിട്ടിയില്ലെങ്കിൽ ഔട്ട്കം ആയിട്ട് വരുന്ന എന്തായിരുന്നു? ഡൗട്ടായിരുന്നു. അവർക്ക് അവരുടെ കെയർ ഗീവറുടെ അടുത്ത് നിന്ന് ശരിയായ രീതിയിലുള്ള ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഡൗട്ട്, ഇൻസെക്യൂർ ഫീലിംഗ് അവർക്ക് വരും. സോ കെയർ ആൻഡ് അഫെക്ഷൻ, ലവ് ആൻഡ് അഫെക്ഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്.
കംഫർട്ടബിൾ സോൺ ആയിരിക്കും ആ ഒരു സ്കൂളിന്റെ പ്രെമിസസ് എന്ന് പറയുന്നത്. ആ ഒരു എൻവയോൺമെന്റ് അവർക്ക് ഭയങ്കര കംഫർട്ട് സോൺ ആയിരിക്കും. ചില കുട്ടികൾ ചില സമയത്ത് സ്കൂളിൽ നിന്ന് അങ്ങനെ ഒരു കംഫർട്ട് സോൺ കിട്ടിയില്ലെങ്കിൽ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് പോകാൻ ഇഷ്ടപ്പെടില്ല സ്കൂളിലേക്ക്. അതേസമയം അങ്ങനെ ഒരു കംഫർട്ട് സോൺ കിട്ടുമ്പോൾ അത് അവരുടെ ലേണിംഗിനെ പോസിറ്റീവായിട്ട് തന്നെ സ്റ്റിമുലേറ്റ് ചെയ്യും. എന്റെ കൂടെ 5th സ്റ്റാൻഡേർഡ് തുടങ്ങി 10th വരെ പഠിച്ച എന്റെ വളരെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. കുട്ടി എപ്പോഴും എന്നോടൊരു കാര്യം ഷെയർ ചെയ്യായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ട്രോമ ഈ ഒരു 45 years ആയിട്ടും അതിനുണ്ട്. KG സെഷനിൽ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോൺവെന്റ് ആയിരുന്നു. അപ്പം KG സെഷനിൽ എല്ലാ കുട്ടികളുടെയും എന്താ പറയാ ബോഡി കൺട്രോൾ ഒരുപോലെയാണെന്നില്ല അല്ലെ. യൂറിൻ പാസ് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ കുട്ടിക്ക് ക്ലാസ് ടൈമിൽ യൂറിൻ പാസ് ചെയ്യണം. സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല, വിട്ടില്ല. KG-യിലാണ് പഠിക്കുന്നത്. ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടി കുട്ടി അതിങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചിരുന്ന കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകി. ആ KG സെഷൻ എന്ന് പറഞ്ഞ ഏജ് ഓർക്കും. ഈ ഒരു 45-ാമത്തെ വയസ്സിലും പലപ്പോഴും സ്കൂളിൽ അതിപ്പോ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാട്ടോ. ഹയർ സെക്കൻഡറിയിൽ റീസെന്റ് ജോലി കിട്ടിയത്. അതിന് മുമ്പ് പല ഒരു മാനേജ്മെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. എന്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും പറയുമായിരുന്നു ആ ഒരു, കാരണം അതിന്റെ മോനിങ്ങനെ സ്കൂളൊട്ടും കംഫർട്ട് ആകാതെ വന്നപ്പോ എപ്പോഴും അത് പറയാം, എനിക്ക് അവന്റെ ഫീലിങ്സ് മനസ്സിലാകും. കാരണം എനിക്ക് KG-യിൽ വെച്ച് ഈ ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുമ്പോഴും എന്നോട് ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്, ആഫ്റ്റർ സ്കൂൾ ഷെയർ ചെയ്തിട്ടുണ്ട്. മോന്റെ കേസസ് വന്നപ്പോ അപ്പം അതിങ്ങനെ ഹോണ്ട് ചെയ്യുമല്ലേ ആളെ ശരിക്കും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും. അതൊരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ അതിനെ ആ സ്കൂളിൽ നിന്ന് അതിന്റെ പാരന്റ്സ് മാറ്റി ഒരു 5ാം ക്ലാസ് വരെയുള്ള ഒരു 4ാം ക്ലാസ് വരെയുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു LP സ്കൂളിൽ ചേർക്കുമായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഞാൻ പഠിച്ച സ്കൂളിലേക്ക് 5th ആയപ്പോ, അവിടെ 4 വരെയുള്ളതായിരുന്നു. 5th ആയപ്പം ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ വന്നത്. അപ്പോഴിങ്ങനെ ഇവിടെ ആ സ്കൂളിനെ പറ്റി ഇങ്ങനെ പറയുമായിരുന്നു. അപ്പൊ കംഫർട്ടബിൾ സോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഓൾ ദ കിഡ്സ്. അപ്പൊ ആ കംഫർട്ടബിൾ സോൺ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിന്റെ മെയിൻ റോള് അവിടുത്തെ ടീച്ചർക്കുണ്ട്. പിന്നെ ആക്ച്വലി നമ്മളിങ്ങനെ ഒരു പ്രീ സ്കൂൾ ടീച്ചർ ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം മാത്രമല്ല, കുട്ടികളുടെ പല ബേസിക് നീഡ്സും എല്ലാം ശ്രദ്ധിക്കണം. അവര് ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്, അവരുടെ ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങളും, അവര് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് അവരെ ഇപ്പോൾ ബസ്സിനോ അല്ലെങ്കിൽ വാനിലോ പ്രൈവറ്റ് വെഹിക്കിളിലൊക്കെ എല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ സാധാരണ ഒരു LP അല്ലെങ്കിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറെ വെച്ച് നോക്കുമ്പോൾ പ്രീ സ്കൂൾ ടീച്ചർക്ക് എന്തില്ല, ദർ ഇസ് നോ റെസ്റ്റ് ടൈം. അവർക്ക് റെസ്റ്റ് ഇല്ല. എല്ലാ ടൈമും ഈ കുട്ടികളെ കെയർ ചെയ്തുകൊണ്ടിരിക്കണം. ഈവൻ ദോ അസിസ്റ്റന്റ് ഉണ്ടാവുമായിരിക്കും, എന്നാലും ടീച്ചർക്ക് ഓരോ കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഹൈസ്കൂളോ ഹയർ സെക്കൻഡറിയോ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് വരുന്നില്ല അല്ലെ. അപ്പം ടീച്ചർക്ക് ശരിയായ റെസ്റ്റ് ടൈം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് ഈ ടീച്ചർ എപ്പോഴും സ്വന്തം ഹെൽത്ത് ശ്രദ്ധിക്കണം. ടീച്ചർ എപ്പോഴും ശ്രദ്ധിക്കണം ഹെൽത്തിനെ കുറിച്ച്. നല്ല രീതിയിൽ തന്നെ ഫുഡ് ഹാബിറ്റ്സും എക്സസൈസും എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ടീച്ചർ തന്നെയായിരിക്കണം. അല്ലെങ്കിൽ ടീച്ചർ ടയേർഡായി പോവും, കുട്ടികളുടെ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നോക്കില്ല, ടീച്ചർ പെട്ടെന്ന് സിക്ക് ആവും. സോ അതുകൊണ്ട് മീൻസ് ഈവൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണെങ്കിലും ആ ഒരു കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഹെൽത്ത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ടീച്ചർക്ക് കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ പറ്റില്ല, അങ്ങനെ പല കാര്യങ്ങളും വരും. കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ടീച്ചർ ഹെൽത്തി അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ അവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അവർ ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർ ആണെങ്കിൽ മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ചീർഫുൾനെസ്, ഭയങ്കര സ്മാർട്ട് ആയിരിക്കണം. ഭയങ്കര ഇങ്ങനെ സൗന്ദര്യം വേണമെന്നല്ല അതിന്റെ അർത്ഥം. ഷി ഷുഡ് ബി സ്മാർട്ട്. കുട്ടികളായിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് അവരുടെ ഒപ്പം ചിരിക്കുക, അവരുടെ നേരെ കളിയാക്കി ചിരിക്കലല്ല, എപ്പോഴും വിത്ത് ഹാപ്പി ലവ് ആൻഡ് എൻജോയ്മെന്റ്. ആ ഒരു രീതിയിലായിരിക്കണം ടീച്ചർ. മറ്റേ പോയിന്റ്സ് ഒക്കെ എഴുതിക്കോളൂ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് മെന്റൽ കൺട്രോൾ ആയിരുന്നു. അതെന്താന്ന് മനസ്സിലായല്ലോ. അവരുടെ ഫീലിങ്സ് അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ് ഇൻട്രസ്റ്റ്, പ്രൊഫഷനോട് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കണം ഈ ജോബിൽ വരേണ്ടത്.
ഇത് വെറും ഒരു ഇൻകം സോഴ്സ് ആയിട്ട് മാത്രം കാണാതെ അത് ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. നെക്സ്റ്റ് പേഷ്യൻസ്. പേഷ്യൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. കാരണം കുട്ടികളുടെ പല നീഡ്സും അവര് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ട്, അവർ വളരെ ഇന്നസെന്റ് ആയിരിക്കും, ആക്സൈറ്റി ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് ഒരു നല്ല പേഷ്യൻസ് ഉള്ളൊരു ആളായിരിക്കണം. ലവ് ആൻഡ് അഫെക്ഷൻ. ദെൻ ഫോർത്ത് പോയിന്റ്. ഫിഫ്ത്ത് വൺ ഹെൽപ്പ്. Then about sixth point, cheerfulness. ഭയങ്കര ഹാപ്പി ആയിരിക്കണം, കുട്ടികളുമായിട്ട് എപ്പോഴും ഹാപ്പി. ഒത്തിരി പേഴ്സണൽ ഇഷ്യൂസ് കാണും, പക്ഷെ when she is dealing with the kids, she should be happy and she should laugh and enjoy with the kids. അതുപോലെ തന്നെ നോളജ് ഉണ്ടായിരിക്കണം, പ്രാക്ടിക്കൽ ഇന്റലിജൻസ് വേണം. ഇത് ചെയ്യുന്ന ആ ജോബിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയ, ഏതെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് അതിനെപ്പറ്റിയുള്ള നോളജും പ്രാക്ടിക്കൽ ഒരു ഇന്റലിജൻസും അവർക്ക് വേണം. ഈസ്തറ്റിക് സെൻസ്. അവർക്കൊരു ക്രിയേറ്റീവ് ആയിട്ടും ഒരു ഈസ്തറ്റിക് സെൻസ് ഉണ്ടായിരിക്കും. ഈസ്തറ്റിക് സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? What is meant by aesthetic sense? നമ്മൾ എന്താ ഒരു മലയാളം വേർഡ് പറയാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്തറ്റിക് സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കലാപരമായ അല്ലെ? Should be beautiful as well as creative. അങ്ങനെ എന്തോ ആണ് വരുന്നത്. ക്രിയേറ്റീവ്. ചില വീടുകൾ ഭയങ്കര നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ പറയില്ലയോ അവിടുത്തെ അവർക്ക് നല്ലൊരു ഈസ്തറ്റിക് സെൻസ് ആണ്. അതിന് ടേസ്റ്റ് എന്ന് പറയും. നല്ല ടേസ്റ്റ്, എല്ലാത്തിലും നല്ല ടേസ്റ്റ്. അതെ, അവർക്കൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ഒരു റിഥം മെലഡി ഉണ്ടായിരിക്കണം അവരുടെ സംസാരത്തിലും അതർ ആക്ടിവിറ്റീസിലും. ഭയങ്കര ഗ്രേസ് നമ്മൾ പറയുമല്ലോ. ഇപ്പൊ ശോഭന ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഗ്രേസ് ആന്ന് പറയും. ആ ഒരു ടീച്ചറിനെ വളരെ യുണീക്ക് ആയിട്ട് നിർത്തുന്നത് ഒരു പക്ഷെ അവരുടെ സംസാരം, അവരുടെ പെരുമാറ്റം, അതൊക്കെയാണ്. അവരുടെ സംസാരത്തിലും ആക്ടിവിറ്റീസിലും ഒരു റിഥം ഉണ്ടാവണം, ഒരു മെലഡി ഉണ്ടാവണം ആണ് പറയുന്നത്. പിന്നെ പങ്ക്ച്വാലിറ്റി ആൻഡ് ഗുഡ് ബിഹേവിയർ. ഷീ ഷുഡ് ബി പങ്ക്ച്വൽ. കുട്ടികൾ എത്തുന്നതിന് മുമ്പ് തന്നെ എത്തണം. അതാണ് പങ്ക്ച്വാലിറ്റി ഏറ്റവും മോസ്റ്റ് ആയിട്ട് വേണം. ടൈമിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം. സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യണം വിത്ത് ബ്യൂട്ടിഫുൾ സ്മൈൽ ആൻഡ് വിഷസ്. ആക്ച്വലി നമ്മുടെ ക്ലാസ് ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ നമുക്കൊരു സൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സൈൻ ഔട്ട് ഉണ്ട്. ഈച്ച് സ്റ്റുഡന്റ് ഹാസ് ടു സൈൻ ഇൻ. അവരുടേതായ വേയില് സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഡാൻസ് ചെയ്ത് വരും, ചിലർ പാട്ട് പാടി വരും. ഫുൾ ബോഡി മൂവ്മെന്റോട് കൂടിയിട്ട് സൈൻ ഇൻ ചെയ്യണം. ഓരോ ദിവസവും ഓരോ രീതിയിൽ സൈൻ ഇൻ ചെയ്യണം എന്നാണ് ശരിക്കും നമുക്ക് ക്ലാസ് റൂമിൽ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു ഗൈഡൻസ്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തീം സോങ് എല്ലാം പാടി നമ്മൾ പോയി കഴിയുമ്പോഴേക്കും ആഫ്റ്റർ പ്രെയർ സോങ് ആണ് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. ക്ലാസ് കഴിയുമ്പോൾ നമ്മളുടെ തീം സോങ് പറഞ്ഞിട്ട് നമ്മൾ സൈൻ ഔട്ട് ചെയ്യും. അത് സൈൻ ഔട്ട് ചെയ്യുന്നത് ഓരോരുത്തരും ചെയ്യണം. അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് റൂമിൽ. അപ്പൊ ശരിക്കും നമ്മള് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കുട്ടികൾ വരുമ്പോൾ നമുക്ക് നല്ല ഡിഫറെന്റ് വേയില് അവരെ വിഷ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് മാം. ഇങ്ങനെ അത് എവിടെയാന്ന് ഓർക്കുന്നില്ല, ഏതൊരു ഏഷ്യൻ കൺട്രിയിലാണ്. ഇങ്ങനെ കുട്ടികൾ ക്ലാസ്സിലേക്ക് എൻ്റർ ആകുമ്പോൾ ടീച്ചർ അവിടെ എൻട്രൻസിൽ നിന്നിട്ട് ഓരോ കുട്ടിക്ക് ഓരോ രീതിയിൽ ഹൈഫൈ കൊടുക്കണതും ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യണതും പിന്നെ ഡാൻസ് മൂവ്മെന്റ് ഒക്കെ ഒരു റിതമില് ഓരോ കുട്ടിക്ക് ഓരോ രീതിയിലാണ് ജസ്റ്റർ പാസ്സാക്കി കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും ക്ലാസ്സിലേക്ക് വരാൻ. ശരിക്കും മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ അങ്ങനെ തന്നെയാണ്. ട്രെയിനീസ്, മോണ്ടിസോറി ക്ലാസ് റൂമിൽ ട്രെയിനർ, ട്രെയിനീസ് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ട്രെയിനീസ് വരുമ്പോ എല്ലാവരും ഇതുപോലെ തന്നെ ഒരു വൃതത്തിൽ ഒരു പാട്ടൊക്കെ പാടി, ചിലർ ഡാൻസ് ചെയ്ത് ഭയങ്കരമായ ഡാൻസ് ചെയ്ത് സൈൻ ഇൻ ചെയ്യുന്നവരുണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിലൊക്കെ. ഞാനൊക്കെ ചെറിയ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് സൈൻ ഇൻ ചെയ്തു. നമ്മള് ക്ലാപ്പ് ചെയ്ത് വരാം, പിന്നെന്താ ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്തിട്ട് വരാം, പിന്നെ തല കൊണ്ട് പല ആക്ഷൻസ് കാണിച്ചോ ഫേസ് കൊണ്ട് ആക്ഷൻസ് കാണിച്ചിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് സൈൻ ഇൻ ചെയ്ത് വരാം. സൈൻ ഔട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ. ഈവൻ തീം സോങ് കഴിഞ്ഞിട്ട് നാഷണൽ ആന്തം കഴിഞ്ഞിട്ടാണ് സൈൻ ഔട്ട് ചെയ്യാറ്. നമ്മളുടെ പേര് പറഞ്ഞ് സൈൻ ഇൻ ചെയ്യും. സൈൻ ഔട്ട് ചെയ്യുമ്പോഴും നമ്മളുടെ പേര് പറഞ്ഞ് സൈൻ ഔട്ട് ചെയ്യും.
താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു 3-4 പേർക്ക് ഓരോ ക്ലാസ് തുടങ്ങുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. പക്ഷെ വീഡിയോ ഓൺ ചെയ്യണം. പിന്നെ ട്രസ്റ്റ്ഫുൾനെസ്. Teacher should be a person who follow and keep the words he she profess. ചില കുട്ടികൾ ചിലപ്പോൾ ടീച്ചറുടെ അടുത്ത് വന്ന് ഭയങ്കര സീരിയസ് ആയിട്ട് സീക്രട്സ് ഒക്കെ പറയും, ആരോടും പറയും. അതൊക്കെ കീപ്പ് ചെയ്യണം. ഈവൻ ദോ ഇറ്റ്സ് എ സ്മോൾ തിങ്, അത് കുട്ടിയെ റെസ്പെക്ട് ചെയ്ത് അത് കീപ്പ് ചെയ്യണം. സോ ട്രസ്റ്റ്, ട്രൂത്ത്ഫുൾനെസ് അത് ഒരു വളരെ ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികളോട് ഭയങ്കര ജെനുവിൻ ആയിരിക്കണം, ലോയൽ ആയിരിക്കണം. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം she should do things on time. കാരണം there is a tendency of students to imitate their teachers. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ സൈക്കോളജി സെഷൻ എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടന്റ് എന്നുള്ളത്. സൈക്കോളജിസ്റ്റ് തന്നെയായിരിക്കണം ടീച്ചർ. She should know the child psychology and scientific child education methods. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കുട്ടികളെ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. Then only she can deal the children timely. അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ കുട്ടികൾ ഡിഫറെന്റ് സ്റ്റേജസിലും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. പിന്നെ അവരുടെ ഓരോ സ്റ്റേജും ഡെവലപ്മെന്റിനും അനുസരിച്ച് അവർക്ക് വേണ്ടുന്ന നീഡ്സ്, അവരുടെ എൻവയോൺമെന്റ് എല്ലാം പ്രിപ്പയർ ചെയ്യണം. അത് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി അറിയാവുന്നൊരു ടീച്ചർക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുട്ടികൾക്ക് ഡിഫറെന്റ് ടാലൻസ് ഉണ്ടായിരിക്കും. Teachers should able to understand and encourage the different talents in children. വളരെ ഹാപ്പി ആയിട്ടായിരിക്കും കുട്ടികൾ പലതും ചെയ്യുന്നത്. അത് മോക്ക് ചെയ്യാനോ കളിയാക്കാനോ അങ്ങനെയൊന്നുമല്ല. She should appreciate them, encourage them. Reading habit. ടീച്ചർക്ക് വേണ്ടതാ. Teacher should have very good reading habit. അങ്ങനെയാണെങ്കിലാണ് അവർ അപ്ഡേറ്റഡ് ആവണം. അങ്ങനെയാണെങ്കിലാണ് മൂവ് ആൻഡ് ടൈംലി ഐഡിയാസ്, ഇന്നോവേഷൻസ്, ടീച്ചിങ്ങിലൊക്കെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, അല്ലെങ്കിൽ ഒരേ പഴകിയ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു ഇന്നോവേഷൻസ് ടീച്ചർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇക്വാലിറ്റി, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകരുത് ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ്. ഡിസ്ക്രിമിനേഷൻ പാടില്ല ഓൺ ദ ബേസിസ് ഓഫ് എനി റിലീജിയൻ, എക്കണോമിക് സ്റ്റാറ്റസ്, ബ്യൂട്ടി, ഇന്റലിജൻസ്, social status, etc. Equality ആയിരിക്കണം. She should maintain equality among her children. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് അവർ ഹേർട്ട് ആവുന്ന ഒരു കാര്യമാണ് ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ്, സാക്രിഫൈസ്. Preschool teacher need to wear different facets like mother, sister, friend, servant, etc. She should have the sense of patience and sacrifice. Sacrifice വേണം. പല റോൾസ് ആണ് ഒരു ടീച്ചർക്ക് ഒരു സ്കൂളിൽ ഉണ്ടാകുന്നത്. ചില കുട്ടികൾക്ക് അമ്മയെ പോലെ ഫീൽ ചെയ്യും, ചിലർക്ക് ചേച്ചിയെ പോലെ, ഫ്രണ്ടിനെ പോലെ, ചിലപ്പം സെർവ് ചെയ്യുന്ന ഒരാൾ ആ ഒരു രീതിയിൽ. അപ്പൊ അങ്ങനെ എല്ലാ റോൾസും എടുക്കേണ്ട ഒരാളാണ് ഒരു പ്രീ സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത്. സോ ഷി ഷുഡ് ഹാവ് ദാറ്റ് സെൻസ് ഓഫ് പേഷ്യൻസ് ആൻഡ് സാക്രിഫൈസ്. മോഡൽ, റോൾ മോഡൽ എന്നൊക്കെ പറയില്ലേ, ഷി ഷുഡ് ബി എ റോൾ മോഡൽ. എപ്പോഴും സ്റ്റുഡൻസും സൊസൈറ്റിയും ഒബ്സർവ് ചെയ്യുന്നവരാണ്. നമ്മളൊരു ജോബ് കിട്ടി, ആ ജോബ് ചെയ്തു, റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പ്രൊഫഷന്റെ ആ ഒരു ഇത് കഴിഞ്ഞു, റിട്ടയർ ആയവരാണ്. പക്ഷെ വൺസ് ഒരു ടീച്ചറാണ് റിട്ടയർ ആണെങ്കിൽ ഷീ ഓർ ഹി ഷുഡ് ബി എ ടീച്ചർ ഫോർ എവർ, അല്ലെ? റിട്ടയർ ആയി കഴിഞ്ഞാൽ അവരെ ടീച്ചർ എന്നല്ലേ വിളിക്കുക. ആ ഒരു ഡിഫറൻസ് ഉണ്ട് ഈ ഒരു പ്രൊഫഷൻ. എനിക്ക് ബി.എഡ് ഒന്നുമില്ല. ഞാൻ 4 വർഷം പോളിടെക്നിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എവരിബഡി ഈസ് കോളിംഗ് മീ ടീച്ചർ. ഓക്കെ, ടീച്ചർ ഷുഡ് ബി എ മോഡൽ. സ്റ്റുഡൻസും സൊസൈറ്റിയും എപ്പോഴും അവർ ഒബ്സർവ് ചെയ്യുന്നു. അവർക്കൊരു ടെൻഡൻസി എപ്പോഴും ടീച്ചറെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കണം. വാക്കിംഗ്, നമ്മളൊരു കോൺഫിഡൻസ് ഇല്ലാതെ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഡള്ളായി പോകും.
പിന്നെ ബിഹേവ് ചെയ്യുന്ന കാര്യത്തില്, ടൈം കീപ്പ് ചെയ്യുന്ന കാര്യത്തില്, ക്ലീനിങ്, ഹൈജീൻ എല്ലാം കീപ്പ് ചെയ്യുന്നതായിരിക്കണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ഒരു നെയിൽസ് ബൈറ്റ് ചെയ്യുന്ന ടീച്ചർ, കുട്ടികൾ അത് ശ്രദ്ധിക്കും. ടീച്ചർ ബൈറ്റ് ചെയ്യുന്നുണ്ട്. സ്മോക്ക് ചെയ്യുന്ന ഒരു സാറ്, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് പിന്നെ ആ ഒരു ഇതല്ലേ, ആ ഒരു രീതിയല്ലേ ഉള്ളൂ. ഇക്വിനാമിറ്റി, ടീച്ചർ ഷുഡ് ഹാവ് കോൺഫിഡൻസ് ആൻഡ് ഇക്വിനാമിറ്റി. കഴിഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ്. ഇക്വിനാമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ്, ഒരു പീസ് ഓഫ് മൈൻഡ് വൈൽ ഡീലിംഗ് വിത്ത് ഓൾ തിങ്സ്. ചിലപ്പോ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ചില എന്തെങ്കിലും ഇഷ്യൂസ് വരാം, ദർ ഇസ് എ ചാൻസ്. അങ്ങനെയുള്ള സമയത്തെല്ലാം ഒരു പീസ് ഓഫ് മൈൻഡ് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. കപ്പാസിറ്റി, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി. പാരന്റ്സ് ഭയങ്കരമായിട്ട് വന്ന് ഷൗട്ട് ചെയ്യുകയൊക്കെ ആയിരിക്കും. ചില ടീച്ചേഴ്സിനെ കണ്ടില്ല, അവര് ഭയങ്കര സബ്മിസീവ് ആയിട്ടിരിക്കും. തിരിച്ച് അവര് റിയാക്ട് ചെയ്യാൻ പോകില്ല, ഭയങ്കരമായിട്ട് പ്രതികരിക്കുകയൊന്നുമില്ല. ആ ഒരു പീസ് ഓഫ് മൈൻഡ്. സോഷ്യൽ റിലേഷൻഷിപ്പ്, ഗുഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം ടീച്ചർക്കുള്ളത്. ഒരു സോഷ്യലി റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള പേഴ്സണ് ഭയങ്കര ആക്സെപ്റ്റൻസ് ആയിരിക്കും എമംഗ് പാരന്റ്സ്. ഇപ്പം നമ്മളുടെ ആണെങ്കിലും ടീച്ചർമാരെ, പണ്ട് പഠിപ്പിച്ച ടീച്ചർമാരെ പുറത്ത് വെച്ച് കാണുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴൊക്കെ അവർക്കും സന്തോഷം, അല്ലാതെ ഉള്ളവർക്കും സന്തോഷം. ഞാനൊരു ടീച്ചറുടെ കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ടീച്ചറുടെ കഥ പറഞ്ഞിട്ടുണ്ടോ? വാക്കിങ്ങിന് പോകുന്നു ഫ്രണ്ടുമായിട്ട്, എന്നിട്ട് ഒരു ചായക്കടയിൽ കയറി, അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടോ? ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ഇല്ല മാം, പറഞ്ഞിട്ടില്ല. ആ യെസ്. ഒരു സാറ് റിട്ടയറായി. എന്നും വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഫ്രണ്ടുമായിട്ട് നടക്കാൻ പോകും, എല്ലാ ദിവസവും ഈവനിങ് വാക്ക്. അങ്ങനെ ഒരു ദിവസം അവരിങ്ങനെ നടന്നിങ്ങനെ പോയപ്പോ ഒരു ചായക്കട കാണുവാണ്. അവിടെ ചെന്നപ്പോഴേക്കും അപ്പം ഇത് കണ്ടുകൊണ്ട് സാറ് ഫ്രണ്ടിനോട് പറഞ്ഞു, നമുക്ക് ഒരു ചായ കുടിക്കാൻ തോന്നും, നടന്നതല്ലേ, ചായ കുടിക്കാന്ന് പറഞ്ഞു. അവർ ആ ചായക്കടയുടെ മുന്നിലേക്ക് നടന്നു നിന്നപ്പോ അകത്ത് നിന്നൊരു പയ്യൻ ഇവര് വരുന്നത് കണ്ടു. അവൻ ഓടി വന്ന് അവരെ സ്വീകരിക്കുക. സാധാരണ നാട്ടിൻപുറത്ത് ചായക്കടയാണ് കേട്ടോ. എന്നിട്ട് ഭയങ്കര റെസ്പെക്റ്റോടുകൂടി ഭയങ്കര താഴ്മയായിട്ട് തലയൊക്കെ പൊന്നിച്ച് വരൂ സർ വരൂ എന്നും പറഞ്ഞിട്ട് അവിടെ ഡെസ്കും ബെഞ്ചും ഒക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അവരെ ഇരുത്തിയിട്ട് ഈ സാറിനോട് പറയുവാണ് ഈ പയ്യൻ, സാറിനെ ഞാൻ ഒരിക്കലും മറക്കില്ല, സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഒരിക്കലും സാറിനെ മറക്കില്ല എന്ന് പറയാ. സാറിന് ഫ്രണ്ട് കൂടെ ഉണ്ടല്ലോ, എനിക്ക് ഇത്തിരി എന്നെ റെസ്പെക്ട് ചെയ്ത എന്റെ ഒരു സ്റ്റുഡന്റ് ഭയങ്കര ഒരു എന്താ പറയാ, ഇച്ചിരി അല്പം ഗമ കൂടി. മറ്റേ ഇവൻ വേഗം അതുപോലെ മധുരവും പാലും ഒക്കെ ഇട്ട് നല്ല ചായ കൊണ്ടത് രണ്ടുപേർക്കും കൊടുത്തിട്ട് അപ്പോഴും അവൻ ഇങ്ങനെ ഭയങ്കര താഴ്മയായിട്ട് പറയുക, ഞാൻ ഒരിക്കലും സാറിനെ മറക്കില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല എന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ സാറിന് ഭയങ്കര ഒരു അഭിമാനം ഒക്കെ തോന്നുക. എന്നെ പഠിപ്പിച്ചൊരു സ്റ്റുഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ നിർത്തും. ഇവൻ ഇത് തന്നെ പറയുവാണ്, ഞാൻ ഒരിക്കലും സാറിനെ മറക്കില്ല, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ സാറിനെ ഓർക്കുന്നു പറയാ. അപ്പൊ ഫ്രണ്ട് കൂടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് അവൻ ഇങ്ങനെ പറയണേ എന്ന് വിചാരിച്ചിട്ട് സാർ ഇവനോട് ചോദിക്കുക, നീ എന്തുകൊണ്ടാണ് എന്നെ ഒരിക്കലും മറക്കില്ല എന്നിങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അതിനെന്താ കാരണം എന്ന് ചോദിച്ചു. ഇവൻ പറയുക, ഞാൻ സ്കൂളിലെ ഭയങ്കര അലമ്പനായിരുന്നു, ഒന്നും പഠിക്കില്ലായിരുന്നു, ഏറ്റവും ബാക്ക് ബെഞ്ചിലാണ് ഞാൻ ഇരുന്നത്, ഒന്നും പഠിക്കില്ലായിരുന്നു, ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമായിരുന്നു, അങ്ങനെ പറഞ്ഞു. അപ്പൊ സാർ ഒരു ദിവസം എന്തോ എന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പറ്റാഞ്ഞിട്ട് സാറ് പറഞ്ഞു, നീ ഒന്നും ഒരു കാലത്തും നന്നാവില്ല, നീ എവിടെയെങ്കിലും പോയി ചായ അടിച്ച് ജീവിക്കുന്നവരും. ഇത് കേട്ടപ്പോ സാറിന്റെ തലയങ്ങ് കുനിയും. കാരണം സാർ ആ ഒരു ദേഷ്യം വന്ന് സാറ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവന്റെ തലയിലായി. ചായ ഉണ്ടാക്കുന്നത് അത്ര മോശം പണിയൊന്നുമല്ല. സാറിന് ആ ഒരു ഫീല്, സാറിന്റെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ദേഷ്യം വന്നിട്ടാ പറഞ്ഞത്. പക്ഷെ അത് അവനൊരുമാതിരി അച്ചട്ടായി, അത് അവന്റെ തലയിൽ തന്നെയായി.
അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഒരിക്കലും മറക്കില്ല ഒരു സാറിനെ, ജീവിതകാലം മുഴുവൻ ഓർക്കും. സാർ ഇങ്ങനെ കുനിഞ്ഞ തലയോടുകൂടി ആ ചായക്കടയിൽ നിന്ന് ഇറങ്ങി പോവാ. ഇത് സാറിന് പിന്നെ ഒരിക്കലും ഒരു സമാധാനം കിട്ടിയിട്ടില്ല. കാരണം സാറ് പഠിപ്പിച്ച പല സ്റ്റുഡൻസും പല നല്ല നിലയിലെത്തി, ഇവനൊരാള് ഇങ്ങനെയായി. ആക്ച്വലി ഇത് നടന്ന സംഭവമല്ല, ഇതൊരു ക്രിയേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഞാൻ ഈ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ കുട്ടികളുടെ സ്കൂളിൽ ഒരിക്കൽ ഞാൻ PTA വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പം ഇത് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ, അധ്യാപക ദിനം, എന്നോട് അന്ന് ഞങ്ങളുടെ PTA പ്രസിഡന്റിന് ലീവ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാനും ഒരു PTA മെമ്പറും മാത്രമേ ആ ഇതിന് അറ്റൻഡ് ചെയ്യാൻ പോയുള്ളൂ. ഓൾറെഡി നമ്മളോട് പറഞ്ഞിരുന്നു, പ്രസിഡന്റ് ഇല്ലാത്ത കാരണം എനിക്ക് ഇച്ചിരി റെസ്പോൺസിബിലിറ്റി കൂടിയല്ലോ. പ്രസിഡന്റ് എന്തെങ്കിലും മെസ്സേജ് പറയും, നമ്മൾ സൈഡിലിരുന്ന് കേട്ടാൽ മതിയായിരുന്നു. എന്നോട് കുട്ടികൾക്കൊരു ഉപദേശം കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു, ടീച്ചേഴ്സ് ഡേ അല്ലേ, കുട്ടികൾക്ക് മാത്രം ഒരു ഉപദേശം ചെയ്യില്ലെന്നത് ശരിയല്ല, 2 പേർക്കും കിട്ടണം. അങ്ങനെ ഇങ്ങനെ മനസ്സിൽ വന്നു ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാന്ന്. ഇത് കേട്ട് അവിടുത്തെ ടീച്ചർമാര് മിണ്ടാതിരുന്നു, കുട്ടികളും കുറേ പേര് മിണ്ടുന്നില്ല. കുഞ്ഞു കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. ഇച്ചിരി ഹൈസ്കൂൾ, ആ ഒരു UP ഹൈസ്കൂൾ ലെവലിലുള്ള കുട്ടികൾ ചിലര് കരഞ്ഞു എന്നാണ്. എന്റെ മോളും മോനും അവിടെ പഠിക്കുന്നുണ്ടല്ലോ ആ സമയത്ത്. മോളും എന്നോട് പറയുകയും ചെയ്തു, ഏതൊക്കെയോ കുട്ടികൾ അത് കേട്ട് കരഞ്ഞു. അപ്പോൾ ടീച്ചർമാരും പറഞ്ഞു ഭയങ്കര ഒരു വല്ലാത്തൊരു മെസ്സേജ് ആയി പോയി എന്നുള്ളത്. ഞാൻ സ്റ്റോറി പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു ടീച്ചറും ഒരു കുട്ടിയുണ്ട്, ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു. പക്ഷെ അതൊരു ക്രിയേറ്റഡ് സ്റ്റോറി ആയിരുന്നു. നിങ്ങൾക്കും ഇതുപോലുള്ള സിറ്റുവേഷനിൽ ചില സമയത്ത് കുട്ടികളെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരുമ്പോൾ യു ക്യാൻ ക്രിയേറ്റ് സ്റ്റോറി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നോട് ഈ ഏപ്രിൽ ബാച്ചിലെ സ്റ്റുഡൻസ്, മാം ഡെമോ കാണിക്കണം, എന്ത് വർക്ക് കൊടുത്താലും അപ്പൊ ഒരു ഡെമോ കാണിക്കണം എന്നാ പറയാ. ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ കാണിച്ചു കൊടുക്കണം, എങ്ങനെ എഴുതണം, ഇങ്ങനെ അങ്ങനെ ചോദിക്കും. അപ്പൊ ഇവിടെ ശരിക്കും അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സിൽ കിട്ടിയിട്ടില്ല. നമ്മൾക്കൊരു ഗൈഡൻസ് കിട്ടും, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ക്രിയേറ്റിവിറ്റി നമ്മളിൽ വരണം. ആ ഒരു ഞാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് പറഞ്ഞിട്ട് പോയേനെ, പക്ഷെ എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ കുട്ടികൾക്ക് ഉപദേശം കൊടുക്കണം എന്നായിരുന്നു. അത് എനിക്ക് ഇഷ്ടമായില്ല. കുട്ടികൾക്ക് ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഒരു മെസ്സേജ് 2 സൈഡിലും ഒന്ന് കൊള്ളണം, അതിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്ത് കിട്ടിയ ഒരു ഹിന്റ് വെച്ചിട്ട് ചെയ്ത ഒരു ഇതായിരുന്നു. അപ്പൊ അവരുടെ ടീച്ചർമാർക്ക് അത് ഉള്ളിലേക്ക് കൊണ്ടു, കുട്ടികൾക്കും, അതായത് ടീച്ചർമാരെ ബുദ്ധിമുട്ടിക്കുന്ന കുട്ടികൾക്കും അത് ഉള്ളിലേക്ക് കൊണ്ടു. ഞാൻ എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 രീതിയിൽ നിങ്ങളുടെ പാരന്റ്സിനെയും എൽഡേഴ്സിനെയും ടീച്ചേഴ്സിനെയും കരയിക്കാം. അതായത് അവരുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിങ്ങൾ നിറയ്ക്കാൻ നോക്കണം, സങ്കടം കൊണ്ട് ഒരിക്കലും നിറയ്ക്കരുത് അവരോട് പറഞ്ഞു. കുട്ടികളെ ഭയങ്കര ക്ലാപ്പായിരുന്നു. അപ്പം അതുപോലെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാം സിറ്റുവേഷൻ വരുമ്പോഴേക്കും, അത് നമ്മളിൽ വരും. അതിന് വേണ്ടിയിട്ടാണ് 2-3 റെക്കോർഡ് റെഡിയായി വരുന്നത്. അവിടെ കംപ്ലീറ്റ് നമ്മുടെ ക്രിയേഷനാണ്, ഇന്നോവേഷൻസും ക്രിയേഷൻസുമാണ്. അതല്ലേ ഞാൻ പറയുന്ന അതേ ഇൻസ്ട്രക്ഷനിൽ തന്നെ നിങ്ങൾ റെക്കോർഡ് എഴുതണ്ട, നിങ്ങളുടേതായ ഐഡിയാസ് എല്ലാം അതിൽ ചേർക്കാം. എക്സ്ട്രാ എഴുതണം എന്ന് തോന്നുകയാണെങ്കിൽ അതെല്ലാം റെക്കോർഡിൽ എഴുതി വെച്ചോളൂ. ഹൗ ടു ഡു ആസ് യു ലൈക്ക്. ബട്ട് നമ്മളുടെ കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ വേണമെന്നേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇതാണ് ഇപ്പം ടീച്ചറുടെ ക്വാളിറ്റീസ് പറഞ്ഞപ്പോ ഞാൻ ഇതൊന്ന് ഓർത്തതാണ്. ആ സാർ പിന്നീട് ഒരിക്കലും എല്ലാ ദിവസവും അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും അത് ഓർക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിത് ഷെയർ ചെയ്ത ഒരു സ്കൂളില് ടീച്ചർമാർ ഓർക്കും, ഈശ്വര ഞാൻ കുട്ടികളെ പലപ്പോഴും കേഴ്സ് ചെയ്യുന്ന പോലെ സംസാരിച്ചിട്ടുണ്ടല്ലോ, ഇനി അങ്ങനെ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുതെന്ന് ടീച്ചർ ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. കുട്ടികളും വിചാരിക്കും ഞാൻ ടീച്ചറിനെ എന്തോരം കളിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് ഞാൻ എന്തോരം ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ട്, അനുസരിക്കാതിരുന്നിട്ടുണ്ട്, അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവാറ്. ടീച്ചറിനെ മാത്രമല്ല പാരന്റ്സിനെയും കൂടെ അവര് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അങ്ങനൊരു കാര്യം. ഇതായിരുന്നു ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. പല പല ബുക്കിലായിട്ട് പല പോയിന്റ്സും ഉണ്ട്.
ഇപ്പൊ ഒരു അസൈൻമെന്റ് വരുന്നുണ്ട് കേട്ടോ. അസൈൻമെന്റ് പക്ഷെ അത് എത്രത്തോളം ചെയ്യാൻ പറ്റുന്ന എനിക്കറിയില്ല. ലൈക്ക് അസൈൻമെന്റും ഉണ്ട്, സർവേയും ഉണ്ട്. അസൈൻമെന്റ് പല ബുക്കിലായതാണ് എനിക്കത്. അസൈൻമെന്റ് 5 പ്രീ സ്കൂൾസ് വിസിറ്റ് ചെയ്യുക. ശരിക്കും പ്രീ സ്കൂൾ അല്ല, മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യണം എന്നാണ്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഒരു ചുറ്റുപാട് മോണ്ടിസോറി സ്കൂൾ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ ഒരു 5 പ്രീ സ്കൂൾസ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടുത്തെ ലേണിംഗ് എൻവയോൺമെന്റ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് എഴുതുക എന്നുള്ളതാണ് ഒരെണ്ണം. പിന്നെ വേറെ ഒന്ന് 5 ഫാമിലി വിസിറ്റ് ചെയ്യുക. നമുക്ക് അറിയാവുന്ന 5 ആയാൽ അത്രയും നല്ലത്. വേർ ദർ ഷുഡ് ബി പ്രീ സ്കൂൾ ചിൽഡ്രൻ. പ്രീ സ്കൂൾ ആ ഏജിലുള്ള, പ്രീ സ്കൂളിൽ പോകുന്ന ഏജിലുള്ള കുട്ടികളുള്ള ഫാമിലി വിസിറ്റ് ചെയ്യുക. അവരുടെ പാരന്റ്സിന്റെ അടുത്ത് ചില ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, അവരോട് ചോദിക്കണം. ആ ഒരു സയന്റിഫിക് വേയിലാണോ പാരന്റ്സ് കുട്ടികളോട് കുട്ടികളെ ഡീൽ ചെയ്യുന്നതിനുള്ളത്, അതിനുള്ളതാണ്. അതിന്റെ ആ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, ക്വസ്റ്റ്യനെയർ ഞാൻ തരാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് അതൊരു റിപ്പോർട്ടായിട്ട് വെക്കണം. പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആരെങ്കിലും ഇവിടെ തുടങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ഡെയിലി ഡേയുടെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഫോർമാറ്റ് ഞാൻ തരാം, എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് നമ്മൾ ചെന്ന് നമ്മളുടെ ഒബ്സർവേഷൻ ആണല്ലോ മെയിൻ. ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്ത കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റിയുടെ ഔട്ട്കം, എന്ത് റിസൾട്ട് ആക്ടിവിറ്റിയിലൂടെ നിങ്ങൾ കണ്ടു, കുട്ടികളിൽ എന്ത് മാറ്റം കണ്ടു, അതൊരു ഫോർമാറ്റ് പോലെ ഓരോ ദിവസത്തെ 10 ദിവസമാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നെങ്കിൽ ആ 10 ഡേയ്സും അത് പ്രിപ്പയർ ചെയ്ത് വെക്കണം ഒരു ഫയലായിട്ട്. ഞാൻ പറഞ്ഞുള്ളൂ, ഓർത്തപ്പോ അതെല്ലാം പറഞ്ഞതാ. അതിന്റെ ഫോർമാറ്റ് ഞാൻ തരാം. കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മള് എല്ലാം എനിക്ക് എല്ലാം പറഞ്ഞു തരാൻ പറ്റുമോന്ന് അറിയില്ല. പിന്നെ ഒരു 5 ഇയേഴ്സിലുള്ള കുട്ടികള് നമുക്ക് കാണാനായിട്ട് പറ്റുമോ വീട്ടിലോ അല്ലെങ്കിൽ അടുത്തെങ്ങാനും? 5 year old ഗേൾ ഓർ ബോയ് ഉണ്ടെങ്കിൽ അവരോട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ച് അത് നമുക്ക് റിപ്പോർട്ടായിട്ട് എഴുതി വയ്ക്കാം. ആദ്യം കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, പ്ലേസ് ഓഫ് ബർത്ത്, അഡ്രസ്, ഹൈറ്റ്, വെയിറ്റ് ഇതൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്. എവിടെയെങ്കിലും ജോബ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അവരോട് നെയിം യുവർ ഫേവറേറ്റ് ഗെയിം, ഫുഡ്, ഹോബി, വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം. വലുതാവുമ്പോ എന്താകണം, ആ ഒരു ഏജിലെ ആഗ്രഹം ആവില്ല ചിലപ്പോൾ വലുതാവുമ്പോ, പക്ഷെ എന്നാലും ചിലർക്ക് ആ ഒരു ഗോൾ ഉണ്ടായിരിക്കും. whom do you like the most? അത് ആ ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്നുള്ളതല്ല ചോദിക്കേണ്ടത്. എന്താ പറയാ, ഫേവറേറ്റ് സിംഗറോ ഫേവറേറ്റ് ആക്ടറോ അങ്ങനെ ആക്ട്രസോ അങ്ങനെയുള്ള രീതിയിലല്ലാണ്ട് ആരെ കൂടുതൽ ഇഷ്ടം, അച്ഛനെയാണോ അമ്മയാണോ എന്ന ആ ഒരു ചോദ്യം ഒരിക്കലും വരരുത്. വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് ഫിയർ? ഏറ്റവും പേടി എന്തിനോടാണ് തോന്നുന്നത്? ഒക്കെ നമുക്കൊരു അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മളുടെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾക്ക് അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീട്ടില് ഷെൽഫില് സ്റ്റോർ റൂമിലൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മളുടെ വീട്ടിൽ 5 ഇയേഴ്സ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ദ ചൈൽഡ് ടു ഗോ ആൻഡ് ടേക്ക് ദാറ്റ് തിങ്, അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ അവർക്ക് ആ ഒരു ഫെമിലറൈസ് ആവും. ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും ആ സാധനം എക്സാക്ട് എന്താണ്. അപ്പൊ നമ്മൾ അതിനുള്ള ഹിന്റ് കൊടുക്കണം, ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. ഇറ്റ് ഈസ് നിയർ ബൈ, അവനറിയാവുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ അവൾക്ക് അറിയാവുന്ന എന്തിന്റെങ്കിലും അടുത്താണ്, അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ കളറ്, ലിഡിന്റെ കളർ, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഫെമിലറൈസ് ചെയ്യിക്കാം. പിന്നെ അങ്ങനെ അവര് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവരാ ഇത് കൊടുക്കും, ഓണിയൻ, ടൊമാറ്റോ, ബ്രിഞ്ചാൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ആണെങ്കിൽ നമുക്ക് ആ കുട്ടിയോട് പറയാം ഇതില് പ്രോട്ടീൻസ് ഉണ്ട്, അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, കുറെ വൈറ്റമിൻസും മിനറൽസും അങ്ങനെ ന്യൂട്രിയൻസിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലോ. അതെല്ലാം നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ when they are having their food, ഇത് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അതിനകത്തുള്ള ആ കണ്ടന്റ്സ് എല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ഇത് ബോഡിക്ക് എന്തിനാണ് ആവശ്യം, കാൽസ്യം, വാട്ട്സ് നീഡ് ഓഫ് കാൽസ്യം, പിന്നെ വൈറ്റമിൻസ്, അയൺ, ഇതിന്റെ എല്ലാം നീഡ് എന്തിനാണ് അത് ബോഡിക്ക് ആവശ്യം, അതൊക്കെ പറഞ്ഞു കൊടുക്കാം. നമ്മള്
അവര് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരെ ക്ലാസ് ഹോംവർക്ക് ചെയ്യാനോ എക്സാമിനോ വേണ്ടി പഠിപ്പിക്കുന്നതിനേക്കാളും ഇത് അവരുടെ ഓർമ്മയിലിരിക്കും. നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. then അവരോട് ചോദിക്കാം വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദീസ് ഐറ്റംസ് ആർ നോട്ട് ഇൻ അവർ ഫുഡ്. ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെ അവരോട് ചോദിക്കാം. നമുക്ക് പറയും വൈറ്റമിൻ സി ഇല്ലെങ്കിൽ സംഭവിക്കും, കാൽസ്യം നമ്മൾ നല്ലപോലെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ പല്ലിന് നമ്മൾ വീഴുമ്പോ എല്ലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവും, നമുക്ക് നല്ല പെയിൻ വരും, പല്ലിന് നല്ല വൈറ്റ് കളർ ഉണ്ടാവില്ല, നല്ല ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല, പല്ലിന് സ്ട്രോങ് ആയിരിക്കില്ല, പല്ല് പൊടിഞ്ഞു പോകും, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദീസ് ഐറ്റംസ് ആർ നോട്ട് ഇൻ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ആൻസർ ചെയ്യും. പിന്നെ ചെറുതായിട്ട് വാഷിംഗ് നാപ്കിൻസ്, കർച്ചീഫ്സ് ആൻഡ് അതർ സ്മോൾ പീസസ് ഓഫ് ഡ്രസ് എങ്ങനെ വാഷ് ചെയ്യണം എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കുക. പ്ലേറ്റ്സ് വാഷ് ചെയ്യുന്നതും യൂട്ടൻസിൽസ് എല്ലാം വാഷ് ചെയ്യുന്നത്. ഇപ്പൊ സ്പൂണും പ്ലേറ്റ് ഇപ്പൊ കഴുകാൻ അവർക്ക് കുറച്ച് എളുപ്പമായിരിക്കും. കുറച്ച് ഗ്രൂസ് ഒക്കെ ഉള്ള പാത്രങ്ങൾ കഴുകാനായിരിക്കും ബുദ്ധിമുട്ട്. പിന്നെ കുട്ടി കുറച്ചുകൂടെ ഒക്കെ വലുതായി ഹൈറ്റ് ഒക്കെ ആവുകയാണെങ്കിൽ കർട്ടൻസ് ഇടാനായിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യിക്കാം. പിന്നെ തന്നെ അത് കർട്ടൻ ഇടാനായിട്ട് പഠിച്ചോളും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴായിരുന്നു ഞങ്ങൾക്ക് തുന്നൽ അതിന്റെ ലേണിംഗ് തുടങ്ങിയത്. ഇപ്പം സ്കൂളുകളിൽ അങ്ങനെ കാണുന്നില്ല. നമുക്കപ്പോ വീട്ടിൽ നമുക്ക് ചെയ്യിക്കാം. നൂല് കോർക്കാൻ ആദ്യം പഠിപ്പിക്കാം, പിന്നെ അങ്ങനെ ഓരോ ചെറിയ ചെറിയ സ്റ്റിച്ചിങ് എല്ലാം പഠിപ്പിക്കാം. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവര് ആ രീതിയിൽ അത് ചെയ്യും. ചിലപ്പോ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ബട്ടൺ തയ്ക്കാനും സൂചി നൂലും കോർക്കാൻ അങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയിക്കുമല്ലോ. പിന്നെ ചിലരുടെ ഒരു റിലീജിയസ് ഇതനുസരിച്ച് ചിലര് വീടുകളിൽ ഈ രംഗോളിയും, നോർത്ത് ഇന്ത്യൻസ് ആണ് അത് കൂടുതലും രംഗോളിയും, പിന്നെ കോലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ അതൊക്കെ ഇടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫാമിലിയിൽ പെട്ടവരാണെങ്കിൽ അതെല്ലാം അവരെ ട്രെയിൻ ചെയ്യിക്കാം. പിന്നെ കുറച്ച് ലാംഗ്വേജ് ആക്ടിവിറ്റീസ്, അതിന് പറ്റുന്ന ക്വസ്റ്റ്യൻ ഗെയിംസ് പോലെ നമുക്ക് ഫോം ചെയ്യാം. ലൈക്ക് ഹൗ ഡു വി കോൾ അവർ കൺട്രി, നമ്മൾ നമ്മുടെ കൺട്രി എന്നാണ് വിളിക്കുന്നത്. അത് അപ്പം അവരെന്തെങ്കിലും ഒരെണ്ണം പറയാക്കി ഇന്ത്യ എന്നോ എന്തെങ്കിലും പറയുവാണെങ്കിൽ ഗീവ് അനദർ നെയിം, ഇന്ത്യയുടെ വേറൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ ഭാരത്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. നെയിം ദ സ്റ്റേറ്റ് ഇൻ വിച്ച് വി ലീവ്, നമ്മള് ജീവിക്കുന്ന സ്റ്റേറ്റ് ഏതാന്ന് ചോദിക്കാം. അപ്പൊ നമ്മളുടെ ഫാമിലിയിൽ ആരെങ്കിലും റിലേറ്റീവ്സ് വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആണ്, കുട്ടിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാമെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ചോദിക്കാം അവർ ഏത് സ്റ്റേറ്റിലാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. വിച്ച് ഈസ് എ കോമൺ ലാംഗ്വേജ് ഇൻ ദിസ് സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റിലെ കോമൺ ലാംഗ്വേജ് ചോദിക്കാം. ഇഫ് ഹി നോസ് അബൌട്ട് തമിഴ്നാടു ദാറ്റ് ഓൾസോ വി ക്യാൻ ആസ്ക് വിച്ച് ഈസ് ദ കോമൺ ലാംഗ്വേജ് ഇൻ തമിഴ്നാടു, വിച്ച് ലാംഗ്വേജ് സ്പോക്കൺ ഇൻ കർണാടക. അവൻ അറിയാവുന്ന സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. പിന്നെ ഇത് അനിമൽസ് അങ്ങനത്തെ ഏതൊക്കെ പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അനിമൽസിനെ കമ്പയർ ചെയ്ത് ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്നേക്ക് ആൻഡ് എ ലിസാർഡ്. രണ്ടും ഇങ്ങനെ എഴഞ്ഞാ പോകുന്നത് കുട്ടി ഇപ്പൊ അതൊക്കെ കണ്ട് ഫെമിലറൈസ് ആയിട്ടുണ്ടെങ്കിൽ, ലൈക്ക് നമ്മൾ ടിവിയിലൊക്കെ കാണുമല്ലോ, വീട്ടിലെ ലിസാർഡ് പല്ലീനെയും കണ്ടിട്ടുണ്ടാവും. അപ്പൊ വാട്ട് ഈസ് അത് വേണമെങ്കിൽ ഇപ്പൊ ടിവിയിൽ സ്നേക്കിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലൂടെ ഒരു പല്ലി പോകുന്നുണ്ടെങ്കിൽ ലൈക്ക് യു ക്യാൻ കുട്ടിയോട് ചോദിച്ചോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്നേക്ക് ആൻഡ് എ ലിസാർഡ്, അതൊക്കെ ചോദിക്കാം. പിന്നെ കുട്ടിയോട് അറിയാവുന്ന അനിമൽസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയാം. ബേർഡ്സ്, ഫ്ലവേഴ്സ് ഹി നോസ്, ഫ്രൂട്ട്സ് ഹി നോസ്, വെജിറ്റബിൾസ് ഹി നോസ്, വെഹിക്കിൾസ് ഹി നോസ്, കളേഴ്സ് ഹി നോസ്, അതൊക്കെ ഒരു ലിസ്റ്റ് ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതൊക്കെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു ചെറിയ ഏജിലെ നമ്മൾ ചെയ്യിക്കുവാണെങ്കിൽ ഗാഡ്ജറ്റിനോടുള്ള അട്രാക്ഷൻ കുറയ്ക്കാം. അതെന്തോ പറയാമെന്നോ പ്ലീസ്. പിന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാവുന്നത് പ്രീവിയസ് ഡേയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഓർമ്മയുള്ളതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് പറയാനായിട്ട് പറയാം. സ്കൂൾ ഗോയിങ് കുട്ടിയാണ്, 5 years എന്നൊക്കെ പറയുമ്പോൾ സ്കൂൾ ഗോയിങ് ആണ്. പ്രീവിയസ് ഡേയുടെ ചിലപ്പോൾ അന്ന് തന്നെ നമ്മളോട് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടാവും.
പക്ഷെ എന്നാലും വി കൻ ആസ്ക് ഹിം വാട്ട് ഓൾ തിങ്സ് ഹാപ്പൻഡ് യെസ്റ്റർഡേ അങ്ങനെ ചോദിക്കാം. ചില കുട്ടികൾ ഓർത്ത് പറയാറില്ലേ, അമ്മ എനിക്ക് ഇന്നലെ സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല, ലൈക്ക് അതും വന്നോട്ടെ. സോ അവിടെ നമ്മളൊരു ഓർമ്മപ്പെടുത്തലും കൂടി ആയല്ലോ. പിന്നെ കുട്ടിയെ കൂട്ടി ഷോപ്പിങ്ങിന് പോവാം, ബട്ട് ഒരു മണി മാനേജ്മെന്റ് തുടക്കത്തിലേ പഠിപ്പിക്കണം. ചില കുട്ടികൾ കാണില്ലേ ഷോപ്പിങ്ങിന് പോകുമ്പോ എല്ലാം വലിച്ചു വാരി എടുക്കുന്നു, പക്ഷെ ദാറ്റ് ഷുഡ് ബി ട്രെയിൻഡ്. എന്താവശ്യം അത്. അപ്പൊ പോകുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരും കൂടി ഇരുന്ന ലിസ്റ്റ് ഉണ്ടാക്കുക. ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം വേണമെന്നുള്ളത് ആ രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന പ്രൊവിഷൻസ് എന്നുള്ള രീതിയിൽ തന്നെ അതിന് മനസ്സിലാക്കി ബാക്കി ആവശ്യമില്ലാത്തത് അത്യാവശ്യമുള്ളത് വാങ്ങുന്നു. പിന്നെ ആ ഒരു ടൈമില് റൈറ്റിംഗ് നല്ലപോലെ റൈറ്റിംഗ് ചെയ്യുന്ന ഒരു ഏജ് ആണ്. അപ്പൊ ആ സമയത്ത് റൈറ്റിങ്ങിന് വേണ്ടുന്ന എല്ലാ ടൂൾസും കുട്ടിയുടെ ഷെൽഫിൽ അവൈലബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ കുട്ടിയുടെ നിയർ ബൈ പ്ലേസസിൽ, അവൻ ആക്സസിബിൾ ആയിട്ടുള്ള പ്ലേസസിൽ, ലൈക്ക് സ്ലേറ്റ്, പെൻസിൽ, ചോക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ടെസ്റ്റ് കുറവായിട്ടുള്ള ചോക്ക് വാങ്ങിച്ചിട്ട് ഒരു ബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. പേപ്പർ, പെൻ എല്ലാം ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ഹിസ് ഷെൽഫ്. ഈ റൈറ്റിംഗിൽ അവനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. വി ഹാവ് ടു എൻകറേജ് ആൻഡ് സ്റ്റിമുലേറ്റ് ഹിം ടു റൈറ്റ്. സ്ലേറ്റിലോ പേപ്പറിലോ ഒക്കെ എഴുതാനായിട്ട് പറയണം. മോസ്റ്റ് പ്രോബബ്ലി എന്താ സംഭവിക്കുക, ഹി ഈസ് ലൈക്ലി ടു മേക്ക് മെനി സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. അത് കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അത് ഭയങ്കരമായിട്ട് നമ്മൾ ഷൗട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു സ്റ്റേജില് അങ്ങനെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എന്താ സംഭവിക്കുക, ഹി ലോസ് ഹിസ് കോൺഫിഡൻസ് ആൻഡ് ഇൻട്രസ്റ്റ്. ലെറ്റ് ഹിം റൈറ്റ് whatever he knows, let him write. Gradually he will learn the spellings. പിന്നെ നമുക്ക് നല്ലതുപോലെ ഫോണറ്റിക്സ് അറിയാമെങ്കിൽ നന്നായിരിക്കും. ഞാൻ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് എടുക്കുന്ന ടീച്ചറോട് ഒന്ന് ഫോണറ്റിക്സും കൂടെ സെഷൻ കൂടെ ഒന്ന്, ഇവൻ ദോ നമ്മുടെ സിലബസിൽ ഇല്ലെങ്കിലും അതും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയണം. കാരണം നമ്മൾ ബേസിക് കുട്ടികളെ ഫോണറ്റിക്സ് ഉപയോഗിച്ച് അവരെ ഈ ലിസണിങ്ങും റൈറ്റിങ്ങും ചെയ്യിക്കുവാണെങ്കിൽ അവരുടെ ലാംഗ്വേജ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ആ ഒരു പ്രൊനൗൺസിയേഷൻ ഒക്കെ തന്നെ നന്നായി വരും. അവർ അറിഞ്ഞിരിക്കണം 2 or more sound for the same letters. ഏത് ലെറ്ററിന് അങ്ങനെ വരുന്നത്? which letter has more than one sound? English yes. ഇതാ C. yes, സിയും ജിയും. ജിയും. യെസ്, കറക്റ്റ്, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ഫോണറ്റിക്സ് അത് പഠിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ സൗണ്ട്സ് പഠിപ്പിക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗേൾ, അവിടെ ഗ ആണല്ലേ സൗണ്ട്, ഗ. ബട്ട് ജെന്റിൽ, അവിടെയും ജി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷെ ജ ആ ഒരു സൗണ്ട് ആണ്. പിന്നെ ബട്ട് മാം ഒരു ഡൗട്ട്, ഈ യുലും ഒന്നിൽ കൂടുതൽ വരൂലേ? യു വരുമ്പോ യു ഉപയോഗിക്കും, ആ എന്നുള്ള സൗണ്ടും വരും. അതുപോലെ ഓയും ഉപയോഗിക്കുമ്പോ ഔ, ഓ, ആ എന്നൊക്കെ ഉള്ള സൗണ്ടുകൾ വരുന്നില്ലേ? അംബ്രല, ശരിക്കും അവിടെ ആ സൗണ്ട് ആണ് വരുന്നത്. അംബ്രല യൂണിഫോം, അവിടെ യു ആണ് വരുന്നത്. അതെ അതെ. അത് ചില ലെറ്റേഴ്സിന് മുമ്പ് വരുമ്പോൾ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ചില ലെറ്റേഴ്സിന് മുമ്പ് വരുമ്പോ അതിങ്ങനെ സൗണ്ട് ആയിരിക്കും. അങ്ങനെ ചിലതിന് മാത്രം അങ്ങനെ ഒരു കോമൺ കാര്യം എനിക്ക് എന്തോ ഒരു ഓർമ്മ. യൂണിഫോം ചിലതിന് മുമ്പിൽ വരുമ്പം ഈ സൗണ്ട് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടെ. ചിലതിന് ശേഷം വരുമ്പോ ഈ സൗണ്ട് ആയിരിക്കണം, ലൈക്ക് ഗൺ, ജം, അതൊക്കെ ജിയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആവുമ്പോ അത് സൗണ്ട്സ് അവരത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യും. ചില സ്കൂളിൽ ഫോണറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. സോ അവിടെ അവരുടെ റീഡിങ്, ലിസണിങ് ഒക്കെ ഭയങ്കര കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇപ്പൊ കുട്ടികളെ വായിപ്പിക്കാൻ പഠിപ്പിക്കണ ഫോണിക് സൗണ്ട് വെച്ചിട്ടാ, 1ലും 2ലും ഒക്കെ. ആദ്യം അത് പഠിപ്പിച്ചിട്ടാണ് വായിപ്പിക്കാൻ പഠിപ്പിക്കണത്. അപ്പൊ നമ്മളത് അറിഞ്ഞിരിക്കണ്ടേ? അങ്ങനെയാണ് ഞാനും പഠിച്ചത്.
പിന്നെ ബെഡ് ശരിയാക്കാൻ രാവിലെ ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കുക. ടവൽസ് ഒക്കെ എന്താ ചെയ്യേണ്ടത്. ചിലപ്പോൾ അവർ മടക്കുന്നൊന്നും കറക്റ്റ് ആയിരിക്കില്ല. കാരണം ആ കുഞ്ഞു കൈകൊണ്ട് ചിലപ്പോൾ വലിയ ബ്ലാങ്കറ്റ് ഒന്നും അവർക്ക് മടക്കാൻ പറ്റില്ല. പക്ഷെ ഇഫ് ദേ ആർ ഡൂയിങ് ലെറ്റ് ദം ഡു, ചെയ്യട്ടെ. ഓക്കെ, ആ സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകരുത്. പിന്നെ ചിലപ്പോൾ ഊണ് കഴിക്കുന്ന പ്ലേറ്റ്, ഫുഡ് കഴിക്കുന്ന പ്ലേറ്റ് ചിലപ്പോൾ അത് ഗ്ലാസ് പ്ലേറ്റ് ആയിരിക്കും. പക്ഷെ എന്നാലും ഗ്ലാസ് ആണ്, പൊട്ടും നീ അവിടെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവന്റെ കോൺഫിഡൻസ് പോവുക. അത് അവൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരുമിച്ചിരുന്ന് സ്റ്റോറി ബുക്ക് വായിക്കാം. പിന്നെ കുട്ടിയുമായിട്ടിരുന്ന് യു ക്യാൻ ഷെയർ ഫ്യൂ ജോക്സ് വിത്ത് എ ചൈൽഡ്. പിന്നെ യു ക്യാൻ ആസ്ക് ഫ്യൂ റിഡിൽസ്. ഓൾറെഡി റിഡിൽസ് എല്ലാം എഴുതിയിരുന്നു അല്ലെ. കുട്ടികള് തിങ്ക് ചെയ്യാൻ പാകത്തിനുള്ള റിഡിൽസ് നമുക്ക് ചോദിക്കാം. എന്നിട്ട് ആൻസർ ചെയ്യാനായിട്ട് അവരെ നമ്മൾക്ക് ഇത് മോട്ടിവേറ്റ് ചെയ്യിക്കാം. ലൈക്ക് പിന്നെ ചോദിക്കാം വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് വിച്ച് ഹാസ് 4 legs ബട്ട് കൻ നോട്ട് വാക്ക്. കുട്ടി കുറെ ആലോചിക്കുവാണെങ്കിൽ നമുക്ക് ക്ലൂ കൊടുക്കാം. നിന്റെ റൂമിലുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ക്ലൂ കൊടുക്കാം. അപ്പൊ ടേബിൾ ചെയർ ഒക്കെ നമുക്ക് റൂമിലുണ്ടെങ്കിൽ, കോട്ടൊക്കെ റൂമിലുണ്ടെങ്കിൽ അങ്ങനെ കുട്ടി അതിനനുസരിച്ച് പറയും. പിന്നെ ഇറ്റ് ഹാസ് മെനി ടീത്ത് ബട്ട് നെവർ കാൺട്ട് ഇറ്റ് ബൈറ്റ്. അത് ടീത്ത് ഉണ്ട് പക്ഷെ ബൈറ്റ് ചെയ്യാൻ പറ്റില്ല. We are using it for some purposes and it is there in our room. And കളർ ഉള്ളതാണെങ്കിൽ കളർ പറഞ്ഞിട്ടൊക്കെ ക്ലൂ കൊടുക്കാം. ഒട്ടും കിട്ടുന്നില്ലെങ്കിൽ ആദ്യമേ ക്ലൂ കൊടുക്കരുത്. കുറേ ആലോചിക്കുമല്ലോ, കിട്ടാതെ വരുമ്പോ ക്ലൂ വേണമെന്ന് ചോദിക്കുക, ക്ലൂ കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങള്. പിന്നെ ഇഷ്ടമുള്ള ഫുഡിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയാം. നമുക്ക് വീട്ടിൽ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം, ആ ഒരു രീതിയിൽ പറയാം. അല്ലാണ്ട് പുറത്തു പോയി കഴിക്കാനൊന്നുമല്ല. ഇഷ്ടമുള്ള ഫുഡ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലോർത്ത് വെച്ചോളൂ. ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞത് കൂടാതെ തന്നെ നമ്മളുടെ കുട്ടിയെ മനസ്സിലാക്കുന്നത് നമ്മളാണല്ലോ. അതിനനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാം. പക്ഷെ അതിന്റെ അർത്ഥം ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്ന സെഷനായി പോകരുത്, ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് മാറും. കുട്ടിക്ക് തോന്നരുത് എന്നോട് എന്തോ ചോദ്യം ചോദിച്ച് ആൻസർ ചെയ്യിപ്പിക്കുന്നു, ആ ഒരു ഫീല് വരരുത്. പിന്നെ സെന്റൻസ് മേക്കിംഗ് പ്രാക്ടീസ് ചെയ്യിക്കാം. വേർഡ്സ് എല്ലാം പഠിച്ചു കഴിയുവാണെങ്കിൽ റീഡിങ്ങും ലിസണിങ്ങും റൈറ്റിങ്ങും ഒക്കെ ഒരുവിധമൊക്കെ ഒന്നായി വരുമ്പോൾ നമുക്ക് സെന്റൻസ് മേക്കിംഗ് ചെയ്യിക്കാം. കഴിഞ്ഞ ദിവസം 9th കുട്ടികൾക്ക് സെഷൻ എടുക്കാനായിട്ട് ഇംഗ്ലീഷിലെ മാം വന്നൊരു ചെയ്യുന്നു. മാം ലേസി എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് അത് എന്താന്ന് കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. ഈവൻ ദോ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് ലൈക്ക് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അത്രയും ഇതായിപ്പോയി. ലേസി എന്താന്ന് അവർക്ക് പറയാൻ അറിയില്ല. ടൈപ്പ് എന്താണ് ലേസി, ആ വാക്ക് കിട്ടുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് മാഡം ഒരു ആക്ടിവിറ്റി ചെയ്യിച്ചു, ഫുൾ ഓഫ് ജോമെട്രിക് ഷേപ്സ് വെച്ചിട്ട്. ഞാൻ ജസ്റ്റ് ഇതാ പറഞ്ഞത്. ഞാൻ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു ജോമെട്രിക് ഷേപ്സ്. ട്രയാങ്കിൾ വരച്ചു കാണിച്ചു കൊടുത്തു, റെക്ടാങ്കിൾ, സ്ക്വയർ വരച്ചു കാണിച്ചു, സർക്കിൾ വരച്ചു. ഇത്രയും ജോമെട്രിക്കൽ ഷേപ്സ് വരച്ചിട്ട് മാം പറഞ്ഞു ഡ്രോ എ ട്രയാങ്കിൾ ഫസ്റ്റ്. ഇൻസൈഡ് ദ ട്രയാങ്കിൾ ഡ്രോ എ സർക്കിൾ. outside the triangle draw another circle. കുട്ടികൾക്ക് കിട്ടുന്നേ ഇല്ല. വെരി സിമ്പിൾ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് കിട്ടുന്നില്ല. ബേസിക് അത് തന്നെയാണ് പ്രശ്നം. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, മലയാളത്തിൽ പറയാൻ, അതിലെന്താ ട്രാൻസ്ലേഷൻ? പിന്നെ നമ്പേഴ്സ് വരുമ്പോഴേക്കും നമുക്ക് 2 ഡിജിറ്റ് 3 ഡിജിറ്റിലേക്ക് ആക്കാം. അങ്ങനെ 4 ഡിജിറ്റ്സ്, അങ്ങനെ ലാർജ് നമ്പറിലേക്കൊക്കെ എഴുതിക്കാനായിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കൂടാതെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിത് ഷെയർ ചെയ്യാൻ വെച്ചിട്ട് അതിലേക്ക് പോയില്ല. ഇത് എനിക്ക് പറഞ്ഞു തരണം തോന്നി. കാരണം തന്നെത്താനെ കുറച്ച് ക്വസ്റ്റ്യനെയർ ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓരോ ഏജ് കാറ്റഗറീസിനനുസരിച്ച് ജസ്റ്റ് ഒരു മോഡലായിരുന്നു. ഫോർ 5 years ഓരോ ഏജ് കാറ്റഗറിക്ക് അനുസരിച്ച് ഓരോ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാം. ഒരു ടീനേജിലേക്കൊക്കെ കടന്ന കുട്ടികൾക്ക് ക്വസ്റ്റ്യനെയറിന്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അതിൽ വേറൊരു രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ. ആ ഡീലിങ്സ് ഒരു പ്യൂബർട്ടിയിലേക്ക് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്ന് കരുതി അപ്പൊ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വൈകിട്ടൊന്നുമില്ല.
നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. അവരുടെ ഒത്തിരി കൺഫ്യൂഷൻസ് നിറഞ്ഞൊരു ഏജ് ആണ് ടീനേജ് എന്ന് പറയുന്നത്. ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. ശരിയോ തെറ്റോ എന്നുള്ളത് അവർക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു പ്രായം. സോ അവിടെ നമ്മളുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഐ ക്യാൻ ഗോ ആൻഡ് ആസ്ക് മൈ മം. എനിക്ക് അമ്മയോട് ചോദിക്കാം. ആ ഒരു സ്പേസ് ബിറ്റ്വീൻ ദ പാരന്റ്സ് ആൻഡ് ദ കിഡ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ചോദിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രൈവസി വളരെയധികം ആഗ്രഹിക്കുന്നതാണ്. പ്രൈവസി ആഗ്രഹിച്ചോട്ടെ, പക്ഷെ പ്രൈവസി എന്നും പറഞ്ഞൊരു റൂം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ ജനലും വാതിലും ഒന്നും ഇല്ലാതെ അകത്തിരിക്കുന്ന ഒരു ടീനേജ് ആയി പോകരുത്. നിറയെ ജനലും വാതിലും ഒക്കെ ഉള്ള ഒരു പ്രൈവസിക്കകത്ത് അവർ ഇരിക്കട്ടെ. ആ ജനലും വാതിലും നിങ്ങൾക്ക് എപ്പൊക്കെ വേണമെങ്കിലും എന്റെ അടുപ്പമുള്ളവർ കയറി വന്നോട്ടെ എന്നുള്ള പ്രൈവസിയിൽ അവരിയ്ക്കണം. ആ രീതിയിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ മാറ്റണം. യു പീപ്പിൾ ക്യാൻ ഡു ഡെഫിനറ്റ്ലി. Okay, anyway, I am winding up. Thank you. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Good night. Bye. Thank you, ma'am. Thank you, ma'am.